ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു യുവതിയുടെ ജീവിത സാക്ഷ്യമാണ്. ഇയാൾ പറഞ്ഞൊരു കാര്യം, 3 പ്രാവശ്യം പാമ്പ് കടി ഏറ്റോളാണ്. പക്ഷെ അവൾ അവസാനം എത്തിയത് ഈ പാമ്പിനെക്കുറിച്ചുള്ള ഉപരിപഠനത്തിൽ, ടാക്സോണമി എന്ന് പറയും. അവർ ഉപരിപഠനം നടത്താനായിട്ട് അത് ഇടവരുത്തി എന്നുള്ളത് അവർ സൂചിപ്പിച്ചൊരു കാര്യം. ഈ വ്യക്തി പറഞ്ഞൊരു കാര്യം, ആദ്യം ഇവളെ കാലിൽ പാമ്പ് കടിച്ചു. എങ്ങനെയോ ഒരു പാമ്പിനെ ചവിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് എന്തോ കടിച്ചു, പാമ്പാണെന്നുള്ളത് മനസ്സിലായി. അവസാനം അതിൻ്റെ വിഷം ശരീരത്തിൽ കയറിയിട്ട് അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവർ വെന്റിലേറ്റർ വരെ എത്തി. മരിച്ചു പോകും എന്ന് തന്നെ വിചാരിച്ചാണ്. വളരെ അത്ഭുതകരമായിട്ടാണ് വെന്റിലേറ്ററിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ കാര്യം വളരെ ഓർഗനൈസ്ഡായിട്ട് എല്ലാ കാര്യങ്ങളും ടൈം ടേബിള് അതെല്ലാം പാലിച്ച് പഠനത്തിൽ വലിയ വിജയമുണ്ടാകണം, നല്ല ഭാവി ഉണ്ടാകണം, ഇങ്ങനെയെല്ലാം ചിന്തിച്ച് കൃത്യതയോടുകൂടി പോയിക്കൊണ്ടിരുന്ന. പക്ഷെ അവളുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അവളുടെ ജീവിതത്തിലുണ്ടായത്. ഇത് കഴിഞ്ഞ് രക്ഷപ്പെട്ടു. രണ്ടാമതൊരു പ്രാവശ്യം ഇവളുടെ കയ്യെ പാമ്പ് പിടിച്ചു. അതും ഇതുപോലെ അവസാനം മരണവക്കിൽ എത്തിച്ചതാണ് അവളെ. അത്ഭുതകരമായിട്ട് അതിനകത്തു നിന്ന് രക്ഷപ്പെട്ടു. മൂന്നാമതൊരു പ്രാവശ്യം കൂടി അവളെ പാമ്പ് കടിച്ചു. പക്ഷെ അത് പിന്നെ വലിയ സീരിയസ് ആയിട്ടില്ല. കാരണം അവളുടെ ശരീരത്തിൽ ഓൾറെഡി ഈ പാമ്പിൻ്റെ വിഷം ഉണ്ടായിരുന്നത് കൊണ്ട് അതൊരു പ്രതിരോധമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് വലിയൊരു രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് പോയില്ല. ഇങ്ങനെയുള്ള കാര്യം നമുക്കറിയാമല്ലോ, നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് പിന്നെ ആ ഒരു ചിന്ത വന്നിട്ട് ഈ ടാക്സോണമി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് സ്നേക്സ്, അതിനെക്കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെ ഒരു ഉപരിപഠനത്തിന് തയ്യാറായി മുമ്പോട്ട് വന്ന സുവോളജിയുടെ ഒരു ബ്രാഞ്ചായിട്ടുള്ള ടാക്സോണമി, അതിലാണ് ഉപരിപഠനം നടത്തിയത്. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നുള്ളത്. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വചനവും അതിൻ്റെ ഒരു കൂട്ടുവചനമായിട്ട് നമുക്കെടുക്കാവുന്നതാണ് ജെറമ്യായുടെ പുസ്തകം 29:11. ഈ 2 വചനഭാഗങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരും അവിടുത്തെ ഹിതം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കും. അത് പാമ്പ് കടിയാണേലും, ഇനി നമുക്ക് സാമ്പത്തിക നഷ്ടം വന്നതാണേലും, പരീക്ഷയിൽ ഒരു പരാജയം വന്നതാണേലും, അതെല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കും. അതിനുള്ള കഴിവ് നമ്മുടെ ദൈവത്തിനുണ്ട്. ഇതൊന്ന് വിശ്വസിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരിക്കലും വിചിത്രമല്ല, അത്യുത്തമം. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ പറയണത് ഇതെന്ത് ദൈവം, ഈ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി എത്ര വിചിത്രം. വേണേൽ അവർ പറഞ്ഞേക്കാം, പ്രാർത്ഥനയില്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, ദുഷ്ടരാണ് പന പോലെ വളരുന്നു. നമ്മൾ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട്, വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട് നമുക്കെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു? പ്രാർത്ഥനയില്ലാത്തവർ നമ്മളെക്കാൾ എത്രയോ സാമ്പത്തികമായിട്ട് അവർ ഉയരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി വിചിത്രമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരിക്കലും വിചിത്രമല്ല, അത്യുത്തമം. അതാണ് വചനം പറയുക. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 16-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി അത്യുത്തമമാണ്. നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിലും ദൈവം അനുവദിക്കുന്നൊരു കാര്യം എപ്പോഴും അത്യുത്തമമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വിചിത്രമല്ല, അത്യുത്തമമായ ഒരു പ്രവൃത്തിയാണ്. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. സംഖ്യ 23 19-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. മനുഷ്യർ നുണ പറഞ്ഞേക്കാം, മനുഷ്യർ കള്ളത്തരം കാണിച്ചേക്കാം, മനുഷ്യർ മറ്റുള്ളവരുടെ നാശത്തിനായിട്ട് പ്രവർത്തിച്ചേക്കാം. പക്ഷെ ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന്. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, തടസ്സം അവസരമാക്കാൻ പഠിച്ചവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാകും. നല്ല വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും പോപ്പ് ഫ്രാൻസിസ്. ദൈവാശ്രയത്വത്തിൽ ജീവിച്ച അനേകർക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറിയ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആ മരണസമയത്ത്, ഫ്യൂണറൽ സമയത്ത് പറയപ്പെട്ട പല കാര്യങ്ങളും ഇതിലേക്ക് വെളിച്ചം വീശുന്നതാണ്. അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, തടസ്സം അവസരമാക്കാൻ പഠിച്ചവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാകും. അവർ ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല. എനിക്കറിയാവുന്നൊരു വ്യക്തി അദ്ദേഹം പറഞ്ഞത്, കൊറോണ വന്നതോടുകൂടി എൻ്റെ ബിസിനസ്, എൻ്റെ കച്ചവടം ഇരുന്നു പോയി. പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിലൂടെ എൻ്റെ ആത്മീയത ഉയർന്നു വന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി,
പിന്നീട് അദ്ദേഹം ഒരുപാട് ബൈബിൾ വായിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് ഉയർച്ച ഉണ്ടായി. സാമ്പത്തികമായിട്ട് അല്പം ഒന്ന് ഇരുന്ന് പോയെങ്കിലും ആത്മീയമായിട്ട് ഉയർച്ച ഉണ്ടായി. പിന്നീട് കൊറോണ ഒക്കെ മാറി പുള്ളിയുടെ ബിസിനസ്സും അഭിവൃദ്ധിപ്പെട്ടു. അതിനേക്കാൾ പുള്ളി ഇന്ന് അനുഗ്രഹമായി കാണുന്നത് ബൈബിൾ വായിക്കാൻ പറ്റിയതും അതിലൂടെ അദ്ദേഹത്തിനുണ്ടായ ആത്മീയ ഉയർച്ചയുമാണ്. മറ്റൊരാളുടെ സംഭവം സൂചിപ്പിച്ചത്, അദ്ദേഹം പല സർജറിക്ക് വിധേയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഓപ്പറേഷൻ, പല രോഗങ്ങൾക്ക് സർജറി നടത്തേണ്ടി വന്നു. അങ്ങനെ സർജറി നടന്നപ്പോഴെല്ലാം കുറേ ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. പുള്ളി അങ്ങനെ കിടന്ന സമയത്തെല്ലാം ചെയ്ത ഈ സർജറി കഴിഞ്ഞിട്ട് ആശുപത്രിയിലും ഭവനത്തിലുമായിട്ട് റെസ്റ്റ് എടുത്തപ്പോഴെല്ലാം അദ്ദേഹം ചെയ്തൊരു കാര്യം, ബൈബിൾ വായന. ഫലമായിട്ട് എന്താ സംഭവിച്ചെന്നറിയാം? പുള്ളി വചനപ്രഘോഷകനും ധ്യാനഗുരുവുമായിട്ട് മാറി. എന്നൊക്കെ അങ്ങനെ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ വന്നെങ്കിലും, സാധാരണ കാര്യങ്ങൾ തടസ്സപ്പെട്ടെങ്കിലും അതെല്ലാം അനുഗ്രഹമായി മാറിയ ആ ഒരു അനുഭവമാണ് അദ്ദേഹത്തിനും പങ്കുവെക്കാനുണ്ടായിരുന്നത്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 6 മുതൽ 10 വരെ വായിച്ചാൽ ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ദൈവം തടസ്സം കൊണ്ടുവരാം. പൗലോസ് ഏഷ്യായിൽ പോയി വചനം പ്രഘോഷിക്കാൻ ആഗ്രഹിച്ചു. അതിനുള്ള പ്ലാനും പദ്ധതി ഇടുക. ആ സമയത്ത് അവനൊരു സന്ദേശം കിട്ടുകയാണ്, അങ്ങോട്ട് പോകണ്ട. ഫ്രീജിയ, പാംഫീലിയ അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ അവൻ്റെ മനസ്സിൽ വന്നു. ദൈവത്തിൽ നിന്ന് മെസ്സേജ് കിട്ടുന്നു, അങ്ങോട്ടും പോകണ്ട. അവിടെയൊന്നും പോയില്ല. അപ്പോഴാണ് മക്കതോണിയക്കാർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കാണുക. അതിന് ദൈവത്തിൽ നിന്ന് തടസ്സമൊന്നും വന്നില്ല. അവിടെ പോയി ഫലപ്രദമായ ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളെപ്പോഴെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ശുശ്രൂഷ ചെയ്താൽ പോരാ. ദൈവത്തിൻ്റെ അനുമതിയോടുകൂടി ദൈവം ആവശ്യപ്പെടുന്ന ശുശ്രൂഷ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യണം. അതിന് ദൈവവുമായിട്ട് നമ്മൾ ആലോചന ചെയ്യണം. അങ്ങനെയുള്ളവരാണ് ദൈവത്തിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 46 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പൗലോസും ബർണ്ണബാസും അവർ യഹൂദരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാറുണ്ട്. പക്ഷെ അവർക്ക് തടസ്സം നേരിടേണ്ടി വന്നു. അവർക്കെതിരെ പെണ്ണുകേസ് വരെ ആരോപിച്ച് അവരെ കുറ്റക്കാരാക്കി. നമ്മൾ കാണുകയാണ് ആ തടസ്സം അവരെ പ്രയോജനപ്പെടുത്തിയത് വിജാതീയരുടെ പക്കലേക്ക് പോകാൻ വേണ്ടിയാണ്. അവർ സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ച് രക്ഷ പ്രാപിക്കുന്നത് ഈ അധ്യായം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൻ്റെ 46 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, തടസ്സം വേണമെങ്കിൽ നമുക്കും അവസരമാക്കി മാറ്റാൻ പറ്റും. നല്ല പ്രാർത്ഥനയും ദൈവാശ്രയത്വവും ദൈവവിശ്വാസവും ഒക്കെ ഉള്ള വ്യക്തികളാണ് നാമെങ്കിൽ. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ തടസ്സങ്ങളും സഹനങ്ങളും വരുമ്പോൾ പഴിച്ചാൽ അത് നമ്മെ നാശത്തിലേക്ക് നയിക്കാം. സന്തോഷത്തോടെ സഹിച്ചാൽ ഒരുപാട് നന്മ അതിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ചിലർക്ക് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചെറിയൊരു സഹനം വരുമ്പോഴേ പരാതി, പരിഭവം, പഴിക്കൽ ഇതൊക്കെയാണ്. അത് നമ്മെ നാശത്തിലേക്കായിരിക്കും നയിക്കുക. സന്തോഷത്തോടെ സഹിക്കാനാണ് നാം തയ്യാറാകുന്നതെങ്കിൽ അത് നമുക്ക് ഒരുപാട് നന്മ കൈവരാൻ സഹായിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ, സഹനങ്ങളെല്ലാം വന്നിട്ടും ജോബ് ദൈവത്തെ പഴിച്ചില്ല. ദൈവത്തെയോ മറ്റുള്ളവരെയോ പഴിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജോബിനെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ 42-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിക്കുമ്പോൾ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരികെ കൊടുത്തു. അതും നഷ്ടപ്പെട്ടിടത്തോളമല്ല, ഇരട്ടിയായിട്ട് ദൈവം തിരികെ കൊടുക്കുന്ന ആ ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. അവൻ ദൈവത്തെ പഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിൽ ആ ഒരു നേട്ടം കൈവരിക്കാൻ അവന് സാധിക്കാതെ പോയതിന്. വെളിപാട് പുസ്തകം 12-ന്റെ 10 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പഴി പറയുന്നത് സാത്താൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്. അവനിങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. രാപകൽ പഴിക്കുന്ന സാത്താനെ അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. വെളിപാട് 12-ന്റെ 10. 1 പത്രോസ് 5-ാം അധ്യായം 10-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യത്തെ പ്രതി സഹിക്കുന്നവരോട് ചേർന്ന് സന്തോഷപൂർവ്വം നമ്മൾ സഹിക്കുകയാണെങ്കിൽ ആ സഹനം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാകും. വി വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെയാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 2 കൊരിന്തോസ് 4:17 വായിച്ചാലോ, താൽക്കാലികമായ സഹനത്തിന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അനുപമമായ മഹത്വമാണ്. ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ വലിയ നേട്ടം സമ്പാദിക്കാൻ നമുക്ക് പറ്റും എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ നമ്മെയും ലോകമാസകലമുള്ള നമ്മുടെ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്
ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.